വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. ഞങ്ങളും സുഖമായിട്ടിരിക്കണം. ഇത് എൻ്റെ സൺഡേ വ്ളോഗാണ്. സ്കൂളും കാര്യമൊന്നുമില്ലല്ലോ മക്കൾക്ക്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പുല്ലൊക്കെ പറിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഓരോ തിരക്കും കാര്യമായിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പം ഇന്നാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ആക്കുന്നത്. ഇതിൻ്റെ മുമ്പ് ഞാൻ 1-2 വീഡിയോ ഇട്ടിന്. അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങൾ മുമ്പൊക്കെ വന്നിട്ടാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ക്ഷമയോടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തോളൂ കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ അറിയില്ല, നമുക്ക് എല്ലാവരും ഇങ്ങനെയൊക്കെ ഇടുന്നത് നമുക്ക് 10 റുപ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനും അതുപോലെ തന്നെയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കിട്ടുമ്പോൾ കിട്ടട്ടെ. അപ്പം നമ്മൾ കിട്ടണില്ലെങ്കിൽ നമുക്ക് തുള്ളിച്ചാടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ സമയമാകുമ്പോൾ കിട്ടിക്കോളും. എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഇതിൽ വീഡിയോ ഇടാൻ. അതാണ് ഞാൻ ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ട്രാവലിങ്ങും കാര്യം അതൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തതൊന്നും ഇല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമെന്ന് വിചാരിക്കണ്. അപ്പം അങ്ങനത്തെ വീഡിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ചിലവർക്ക് ഇത് കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനത്തെ ആവും താല്പര്യം. അപ്പം ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ട് നോക്കി സപ്പോർട്ടാക്കി തരണേ. അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒക്കെ നല്ല 10,000, 15,000, 20,000 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയത് വലിയൊരു സംഖ്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയായിക്കോളും എന്ന് വിചാരിക്കണേ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ സൺഡേ വ്ളോഗാന്ന് മുമ്പ് പറഞ്ഞില്ലേ. അപ്പോൾ കാക്കു തലേ ദിവസം പോയതാണ്. കാക്കു ഉച്ചൻ്റെ മുമ്പൊക്കെ ആയിട്ട് എത്തുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഉമ്മയില്ല, അമ്മ ഒരു ദിവസത്തിനാണ് പോയി. ഉമ്മി വന്നില്ല കേട്ടോ. അമ്മ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഉമ്മയില്ല. അപ്പം ഞാനും മക്കളും തന്നെയാണ്. അപ്പം നമ്മൾ ചെറുതിന് സുട്ടൂന് പനിയാണ്. പിന്നെ മോളല്ലേ, അവർക്ക് ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ലാത്തതാണ് കേട്ടോ ഓല് രണ്ടാളും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ചായക്കടിയൊന്നും ഉണ്ടാക്കാതെ നേരത്തെ നീച്ച് സുബഹിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിക്കണത്. എന്താ വെച്ചാൽ നമ്മളെ ബാക്കിൽ കുറച്ച് പുല്ലും കാര്യമുണ്ട്. അധികമൊന്നുമില്ല, കുറച്ച് ഭാഗം തന്നെ. പക്ഷെ അത് പറിക്കാൻ കിട്ടാത്തൊരു പുല്ലാണ് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ കുറച്ച് ഞാൻ കൈക്കോട്ടോണ്ടൊക്കെ ഇങ്ങോട്ട് ചെത്തിങ്ങാട് അങ്ങനെയൊക്കെ എടുത്തിക്കണം. ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. വയ്ക്കണവർക്കാണെങ്കിൽ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന പണിയുള്ളൂ. പക്ഷെ നമുക്കിത് എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് കഴിയണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം എടുത്തിന്, പിന്നെ ഒന്ന് കുറച്ച് എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്തങ്ങാണ്ട് ഞാൻ മക്കൾക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് മൈദപ്പൊടി വെച്ചുള്ള വെള്ള ചപ്പാത്തിയൊക്കെങ്ങാണ്ട് ചുട്ടുകൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പാമ്പായിലൊക്കെ ചുട്ടുകൊടുക്കാൻ അങ്ങനെ നല്ല ഇഷ്ടമാണ്. അപ്പം എന്നാൽ അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുല്ലൊക്കെ ചെത്തിൻ്റെ അടിയിൽ അടുക്കളയ്ക്ക് വന്നു. അതൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ വിചാരിച്ചുകൊണ്ട് കിച്ചണിക്ക് എത്തിയാണ്. അപ്പോൾ അതിന് കാക്കൊണ്ട് വിളിക്കണം, ഞാൻ ഇപ്പോൾ എത്തും പാണ്ടിക്കാടൊക്കെ എത്തിക്കണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ, ഇവർ കഴിക്കൊന്നുമില്ല. അപ്പം ഞാനൊരു 4-5 ചപ്പാത്തിനെ ചുട്ടിട്ടുണ്ടായിരുന്നു. അതുകൂട്ടി ചായ കുടിച്ചപ്പോഴത്തേന് കാക്കു വന്നപ്പോൾ കുറച്ച് ബീഫിൻ്റെ പാർട്സും കൊണ്ടാട്ടോ വന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ഈ സമയത്ത് വരുമ്പോൾ. കാക്കു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് അപ്പമൊക്കെ ചുട്ടെടുത്തിട്ട്, അരി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെള്ളത്തിലിട്ട് തന്നെ. അപ്പോൾ അതിന് കുറച്ച് അപ്പം ചുട്ടെടുത്തു, മുട്ടക്കറി ഉണ്ടാക്കി, ചിക്കന് മസാല വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിന് 2-3 കഷ്ണം അതൊക്കെ ഫ്രൈ ആക്കി കൊടുത്തു. അങ്ങനെയൊക്കെ കാക്കുന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ചായ കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. മുറ്റം അടിച്ചത് മുഴുവനായിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ ചെയ്തു. കാക്കുവിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കാൻ, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടോ. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ പാർട്സ് വെച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ. പിന്നെ ചോറ് വെച്ച് ഊറ്റിയിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ പാർട്സ് വെക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഒരു കറി ഉണ്ടാക്കണം, ഒക്കെ ഉണ്ടാക്കണുണ്ടോ. കാക്കു വന്നതല്ലേ, അപ്പോൾ നമുക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാർട്സ് കാണുന്ന തന്നെ ദേഷ്യം കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത് കൊണ്ടുവരണ്ടെന്ന് പറയട്ടോ. എന്ത് പറഞ്ഞാലും മൂപ്പരോട് പറഞ്ഞാൽ കേൾക്കൂല. അവന് എന്നോട് അറിയും. ഞാൻ പറഞ്ഞ നല്ല ബീഫ് കുറച്ച് വാങ്ങിയാൽ പോരെ, അത് നല്ലതായാലും കുറച്ചായാലും കുറച്ചാണെങ്കിലും നല്ല സാധനം വാങ്ങി കഴിക്കണം എന്ന് ഞാൻ അങ്ങനെ പറയട്ടെ. അപ്പോൾ എന്ത് പറഞ്ഞാലും മൂപ്പര് ചെവിക്ക് കൊള്ളൂല. അപ്പോൾ തന്നെ ഇത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഇല്ല അങ്ങനെ നമുക്ക് പറയട്ടോ. ഇങ്ങനെ ഇത് കൊണ്ടുവരാതൊക്കെ പിന്മാറാൻ വേണ്ടി എന്ത് പറയാനും ഗ്യാസ് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിത്തരല്, ആ വിഷയമൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഞാൻ മസാലയൊക്കെ ചേർത്ത് ഇത് വെച്ച് കൊടുക്കാറുണ്ട്. കുറച്ചിങ്ങനെ വരട്ടുപോലെ ആക്കിങ്ങാണ്ട് അങ്ങനെയാണ് ഇഷ്ടം. അപ്പം കുറച്ച് വെച്ച് മൂപ്പര് തന്നെ കഴിക്കോളും. ഇപ്പം ഉച്ചക്കും രാവിലെ കടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പം ഇതുണ്ടാക്കണം. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടായിന് കുറേശ്ശെ. അപ്പം ഞാൻ അത് ഇട്ടുങ്ങാണ്ട് ഒരു തോരനുണ്ടാക്കണം. പിന്നെ കറിയായിട്ട് വെണ്ടയ്ക്കും തക്കാളി താളിക്കാൻ വിചാരിച്ചു. അതൊക്കെയാണ് ഇപ്പം ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കുന്നത്.
ചോറും കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കുളി നിസ്കാരം റെസ്റ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ വീണ്ടും പുറത്തിറങ്ങിക്കണ്. ഇപ്പോൾ പുല്ലും ചെത്തലും പറിക്കലൊക്കെ കുറച്ച് നിർത്തിക്കണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സൺഡേയിലോ എന്താ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി സമയമില്ല. അങ്ങനെ ഇതാ നമ്മളെ മുറ്റത്ത് 2-3 കുമ്പളങ്ങയൊക്കെ ഉണ്ടായിക്കട്ടെ കൂട്ടുകാരെ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായി കിട്ടി അങ്ങനെയല്ലേ. അപ്പം അധികം പച്ചക്കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി എനിക്ക് പരിചയമില്ല. നമ്മളെ ഈ ഭാഗത്ത് ഞാൻ ഈ പച്ചക്കറി ഇത് കുഴിച്ചിട്ടൊന്നുമല്ല കേട്ടോ. എന്താ കറിവേപ്പിലുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേസ്റ്റൊക്കെ എന്താ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യം വേറെ ഇങ്ങോട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിൻ്റെ മുരട്ടിക്കന്നെ കൊടുന്നിടും. അങ്ങനെ ഉണ്ടായതാണ്. അപ്പം വള്ളി നല്ല ഒരു കട്ടിലല്ല, ഒരു ഉറപ്പില്ലേ, ഒരു വള്ളി പോകാത്തൊരു വള്ളിയാണ് ഉണ്ടായത്. അപ്പോൾ അതുണ്ടായി ഇഷ്ടംപോലെ ഇലയും കാര്യം വില ഉണ്ടെങ്കിൽ നമ്മളപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം ഉണ്ടായിനെന്ന് എവിടെന്നെങ്കിലും കൊണ്ടുവരും. ഇപ്പം ഒക്കെ താളിക്കണം ഭയങ്കര ഇഷ്ടം. നാളികേരൊക്കെ അരച്ചു കൊടുത്തുങ്ങണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെയായിട്ട് ഒരൊറ്റ ഇലയും പറിച്ചിട്ടില്ല കേട്ടോ. ഇഷ്ടംപോലെ ഇല ഉണ്ടായി മൂച്ചൊക്കെ ഇങ്ങോട്ട് തൂങ്ങിക്കണം കനം കൊണ്ട്. പിന്നെ ഇതാ 2-3 കായ് ഉണ്ടായത് ഞാൻ കണ്ടിട്ടുള്ളേനു. കാക്ക പറഞ്ഞു 3 എണ്ണം നല്ല 4-5 കായ് ഉണ്ടായിക്കണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കുകയാണ്. പിന്നെ അതാ നമ്മളെ കവുങ്ങും തൈയൊക്കെ കുഴിച്ചിട്ടൊക്കെ പറ്റി പോയിന്നിട്ട് വെയിലിൻ്റെ ചൂടുകൊണ്ട്. ഭയങ്കര ചൂടല്ലേ ഇന്ന് പ്രാവശ്യം. അപ്പോൾ ഒന്നൊരു മെച്ചല്ലേനു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കുത്തിയതാണ്. ഇതേ മഴ പ്രാവശ്യം തുടങ്ങിയപ്പോൾ ഇതിന് ചെയ്തില്ല കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഉഷാറായിങ്ങാണ്ട് വരുന്നുണ്ട്. പിന്നെ കരിവേപ്പിലൊക്കെ എന്താ പറ്റിയെന്ന് അറിയില്ല. ഒരു വാടലും ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ മൂച്ചിൻ്റെ എന്താ പറയുക കാനലും കൊണ്ട് എന്താവട്ടോ ഒരു എന്തോ പോലെ ഇരിക്കണ ഇലയൊക്കെ. ചിലപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു.